നമസ്കാരം കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും പഠിക്കാൻ തയ്യാറാണോ? നമുക്കിന്ന് എലിയെയും പൂച്ചയെയും കുറിച്ചുള്ള കഥ ഒരു കവിതയിലൂടെ പഠിച്ചാലോ? നിങ്ങൾ കുഞ്ചൻ നമ്പ്യാർ എന്ന് കേട്ടിട്ടുണ്ടോ? പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ്ശിമംഗലത്താണ് ഇദ്ദേഹം ജനിച്ചത്. പ്രാചീന കവിത്രയത്തിൽ ഒരാളാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്രയങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രയങ്ങളായി അറിയപ്പെടുന്നത്. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ എന്ന കലാരൂപം ആദ്യമായി അവതരിപ്പിച്ചത്. ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് എന്ന ക്ഷേത്രകലയിൽ മിഴാവ് കൊട്ടുകയായിരുന്നു നമ്പ്യാർ. ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം, അതിൽ കുടം പോലെയുള്ള ഒരു ഉപകരണം, അതിനെയാണ് മിഴാവ് എന്ന് പറയുന്നത്. മിഴാവ് കൊട്ടുന്നതിനിടയിൽ നമ്പ്യാർ ഉറങ്ങിപ്പോയി. അപ്പോൾ ചാക്യാർ ആ അരങ്ങിൽ വച്ച് തന്നെ അദ്ദേഹത്തെ കളിയാക്കി. ഇതിനു പകരം വീട്ടാൻ അടുത്ത ദിവസം തന്നെ നമ്പ്യാർ എഴുതി അവതരിപ്പിച്ച പുതിയ കലാരൂപമാണ് തുള്ളൽ എന്നൊരു ഐതിഹ്യമുണ്ട്. പാട്ടുപോലെ പാടി അതിൽ തമാശ ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒന്നാണ് തുള്ളൽ. തുള്ളലിലൂടെ നമ്മെ ചിന്തിപ്പിക്കുന്ന പല സന്ദേശങ്ങളും കുഞ്ചൻ നമ്പ്യാർ നൽകിയിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് എലിയും പൂച്ചയും എന്ന ഈ കവിത. നമുക്കിനി കവിത നോക്കിയാലോ? എലിയും പൂച്ചയും. ഒരു മാർജാരം വനഭുവി രാത്രിയിൽ ഇരയും തെണ്ടി നടക്കും നേരം, തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലുമിളക്കാൻ മേല, പരവശനപ്പോൾ ഞാവൂ ഞാവൂ കരവൂതും ചെയ്തവിടെ വലഞ്ഞു, അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ, അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നതു കേട്ടൊന്നു വിരണ്ടു, ഉരിയാടാതെ മുഖം കാട്ടുന്നതും ഒരു കുറി കണ്ടാൻ പൂച്ചയുമപ്പോൾ, സരസതയോടു വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷിക വീര. നമുക്ക് കവിതയുടെ അർത്ഥം നോക്കിയാലോ? ഒരു മാർജാരം വനഭുവി രാത്രിയിൽ ഇരയും തെണ്ടി നടക്കും നേരം. എന്താണ്? ഒരു പൂച്ച വനഭൂമിയില്, വനത്തില് രാത്രിയിൽ എന്താണ്? ഇരയെ തേടി നടക്കുകയാണല്ലേ. തരസാ ചെന്നൊരു വലയിൽ ചാടി കരവും കാലും ഇളക്കാൻ മേല. തരസാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ ഒരു വലയിൽ ചെന്ന് പെട്ടു. എന്താണ്? കരവും കാലും ഇളക്കാൻ മേല. കൈയും കാലും ഒന്നും ഇളക്കാൻ കഴിയുന്നില്ല, കൈയും കാലും ഒന്നും അനക്കാൻ പറ്റുന്നില്ല. പരവശനപ്പോൾ ഞാവൂ ഞാവൂ കരവൂതും ചെയ്തവിടെ വലഞ്ഞു. എന്താണ്? ക്ഷീണിച്ചിട്ട് ഞാവൂ ഞാവൂ എന്ന് കരഞ്ഞുകൊണ്ട് അവിടെ കിടന്നു. എന്ത് സംഭവിച്ചു? അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ. എന്താണ്? അടുത്തുള്ള ഒരു മാളത്തിലിരുന്ന് വലിയ ഒരു എലി എന്ത് ചെയ്തു? അരിയായുള്ളൊരു പൂച്ചത്തടിയൻ കരയുന്നത് കേട്ടൊന്ന് വിരണ്ടു. അരി എന്താണ് ഇവിടെ അർത്ഥം? ശത്രു. ശത്രുവായ പൂച്ചത്തടിയൻ കരയുന്നത് കേട്ടിട്ട് എലി ഒന്ന് പേടിച്ചു. ഉരിയാടാതെ മുഖം കാട്ടുന്നത് ഒരു കുറി കണ്ടാൽ പൂച്ചയുമൊപ്പം. വലയിൽ കിടക്കുന്ന പൂച്ചയെ കണ്ടപ്പോൾ ഉരിയാടാതെ, എന്താണ്? ഒന്നും പറയാതെ മുഖം കാട്ടുന്നത് ഒരു കുറി, എന്താണ്? ഒരു തവണ പൂച്ച കണ്ടു. എലി തന്നെ ശ്രദ്ധിക്കാത്തത് കണ്ടപ്പോൾ പൂച്ച എന്ത് ചെയ്തു? സരസതയോട് വിളിച്ചാൻ അവനെ പരവശനായി ഞാൻ മൂഷിക വീര. എന്താണ്? ആകെ ക്ഷീണിതനായ പൂച്ച സരസതയോടെ എലിയെ എന്തോ പറയാനായി വിളിച്ചു. പൂച്ച എലിയോട് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെ പഠിച്ച ഭാഗം നിങ്ങൾ നന്നായി വായിച്ചു നോക്കണം. ഈണത്തിൽ ചൊല്ലി നോക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.